അല്ലെങ്കിലും ആ താലി തന്നെയാ ദേവിക അണിയേണ്ടത്. സുധിയേട്ടൻ്റെ ഹൃദയം കൊണ്ട് ജീവിക്കുന്ന എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു കൊള്ളാം? സത്യമാണോ സിദ്ധു പറയുന്നത്? സത്യം. വീട്ടുകാർ എതിർക്കുമായിരിക്കും, അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുമായിരിക്കും. അതൊക്കെ നമ്മൾ തരണം ചെയ്യും ദേവികെ. ഈ സ്നേഹം എന്ന് പറയുന്നത് ഹൃദയത്തിലല്ലേ ദേവികെ? എന്റെ ഉള്ളിലിരുന്ന് മിടിക്കുന്നത് സുധിയേട്ടന്റെ ഹൃദയമാണെങ്കിൽ ആ ഹൃദയം ഉണ്ടാക്കുന്ന സ്നേഹമാണ് എനിക്ക് ദേവികയോട് തോന്നുന്നതെങ്കിൽ ഈ താലി അണിഞ്ഞുകൊണ്ടായിരിക്കും ദേവിക എന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നല്ലൊരു പ്രശ്നത്തിൽ നിന്ന് ഇപ്പൊ സിദ്ധുവിനെ രക്ഷിച്ച് സിദ്ധുവിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. താങ്ക്സ്. ഇന്ന് ഞാൻ ചെല്ലട്ടെ. ഒരു ദിനം കനവിൻ മലർവനം അരികിലത് മിഴികളിൽ അടരുകയോ, ഇതുവരെ കരളിൽ പ്രിയമൊഴി അതു പകരം പലതിനമോർത്തിടവേ. പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമേനുകൾ ഒരു കുറിയിനി വരുമോ, മറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളിതായി വരുമോ. പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമേനുകൾ ഒരു കുറിയിനി വരുമോ. അല്ല, പ്ലാസ്റ്റർ അത് മാറ്റി. ശരിക്കും മാറ്റേണ്ട സമയമായിട്ടില്ല. ഞാൻ ആവശ്യപ്പെട്ടു, ഇനി അത് വേണ്ട. ഡോക്ടർ കുറെ പറഞ്ഞു നോക്കി, ഞാൻ സമ്മതിക്കൂ. അവസാനം ഡോക്ടർ എന്നെ അനുസരിച്ചു. വേണ്ടായിരുന്നു. വേണം നെത്തിക്കുട്ടി. ഇനി പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വീൽ ചെയറിലിരുന്ന ശരിയാവത്തില്ല. ഇത് ഉപയോഗിക്കാൻ പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക്. ഞാന് ഇത് ഉപയോഗിക്കുന്നില്ല. ഇനി അങ്ങോട്ട് യുദ്ധമല്ലേ. യുദ്ധത്തില് പരിക്കേറ്റ ഭടന്മാര് പങ്കെടുക്കാറില്ല. അതുകൊണ്ട് ഇനി ഇത് മോള് വെച്ചു. എപ്പോഴാ ആർക്കാ ആവശ്യം വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ചില വെല്ലുവിളികളൊക്കെ ചിലർ നടത്തിയിട്ടുണ്ട്. എങ്കിലേ അതൊന്ന് കാണണമല്ലോ. രണ്ടും കൽപ്പിച്ച ഞാൻ നിൽക്കുന്നത്. എന്തിനും ഞാൻ തയ്യാറാ. എന്തിനാ ഇപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ?
ഇതിപ്പോ ഇങ്ങനെ ദേഷ്യം വരാനും വേണ്ടി എന്താ ഉണ്ടായത്? ഉണ്ടായിട്ടില്ല, ഉണ്ടാവും. അതുണ്ടാവാതിരിക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. നമ്മളെ ഒരാൾ നശിപ്പിക്കാൻ വരുന്നു, നമ്മൾ എന്ത് ചെയ്യണം? തലയും താഴ്ത്തി നിന്ന് കൊടുക്കണോ? ശരത്ത് അത് പഠിച്ചിട്ടില്ല. ഞാൻ വീൽ ചെയറിലാവാൻ കാരണം അപകടമാണെന്നാണോ നിത്യക്കുട്ടി വിശ്വസിക്കുന്നത്? അല്ല, പെടുത്തിയതാ, മാനപൂർവ്വം. അങ്ങനെ ചെയ്തവര് ഇനിയും പലതും ചെയ്യും. രക്ഷപ്പെടണ്ടേ, ജീവൻ രക്ഷിക്കണ്ടേ? അതിനാ പ്ലാസ്റ്റർ വെട്ടിയത്. കല്യാണമൊക്കെ വരാൻ പോവല്ലേ, ആഘോഷിക്കണ്ടേ? ആഘോഷിക്കണം, ആഘോഷിക്കും. എന്തിനും ഏതിനും ഈ ശരത്ത് മുന്നിൽ തന്നെ ഉണ്ടായിരിക്കും. ഇന്ന് തന്നെ പോണോ മോളെ? കല്യാണം കഴിഞ്ഞിട്ട് പോയാ പോരെ? ഏത് കല്യാണം? ഓ, ദേവികയുടെ കല്യാണം. അത് അടുത്ത മാസം 7-ാം തീയതിയല്ലേ? അപ്പോഴേക്ക് ഞാനിങ്ങ് പോരും. അത് മതി. അല്ല, അതുവരെയെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അല്ല, തിരക്കൊക്കെ എനിക്കറിയാം. ബിസിനസ്സുകാരുടെ ജീവിതമൊക്കെ എന്ന് പറഞ്ഞാലേ ഇങ്ങനെയൊക്കെ തന്നെയാ. എന്നാലും പ്രഭമോൾ എവിടെയുള്ളത് ഒരു ആശ്വാസമായിരുന്നു. അത് നിങ്ങൾക്കല്ലേ, എനിക്കങ്ങനെയല്ലല്ലോ. പോകാൻ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല. നിങ്ങളെയൊക്കെ വിട്ടുപോകാന്ന് പറയുന്നതേ വിഷമമുള്ള കാര്യം തന്നെയാ. എന്നാലും നിൽക്കാൻ നിവർത്തിയില്ല. പിന്നെ ശരത്ത് ഇവിടെ ഉണ്ടല്ലോ, അതുപോരെ. മതി, അതല്ലേ പറ്റൂ. പിന്നെ വേറെ ആരോടും പറയണ്ട. ഒത്താൽ എനിക്കും കൂടി ഒന്ന് വരണമെന്നുണ്ട്. എങ്ങോട്ട്? ദുബായിക്ക്. മറ്റേ കെട്ടിടം ഇല്ലേ? ഏത് കെട്ടിടം? അന്ന് പറഞ്ഞില്ലേ, ഏറ്റവും ഉയരമുള്ളത്. എന്താ അതിന്റെ പേര്? ഓ, ബുർജ് ഖലീഫയാണോ? ആ, ബുർജ് ഖലീഫ. അത് തന്നെ. അത് കാണണമെന്നൊരു മോഹ. പിന്നെ എന്റെ പ്രായത്തിലുള്ള ഒരുമാതിരി സ്ത്രീകളൊന്നും അത് കണ്ടിട്ടില്ലല്ലോ. എനിക്കത് പറ്റുന്നതൊരു അന്തസ്സല്ലേ. സാധിക്കുമെങ്കിൽ മാത്രം മതി. മനസ്സിൽ തോന്നിയത് പറഞ്ഞു എന്ന് മാത്രം. എന്നോട് മുത്തശ്ശി ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുന്നതല്ലേ? സാധിച്ചു എന്ന് തന്നെ കൂട്ടിക്കോ. അയ്യോ, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടി ഒരു ടൂർ പോകും. എങ്ങോട്ടാ? എങ്ങോട്ടാ? ദുബായിക്ക്. അന്ന് മുത്തശ്ശിക്ക് ഒരു വിസ ഇടാം. കുറച്ചു ദിവസം അവിടെ പോയി താമസിച്ച് സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ചു വരാം. മതി, അത് മതി. ജോ, ഇനി മരിച്ചാലും എനിക്ക് സങ്കടം.